ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. നമ്മൾ ഇന്ന് സോഷ്യോളജിയിൽ തന്നെ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന സബ്ജക്റ്റിലെ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോഷ്യോളജി ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്റ്റാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ. അതിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ്. അപ്പോൾ നമുക്ക് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇൻഡോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മീനിങ് ഓഫ് ഇൻഡോളജി. സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് മീനിങ് ഓഫ് ഇൻഡോളജി. ഇൻഡോളജി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കൂ. There have been recorded observations of Indian society since the 3rd century BC, written by foreign travelers who included Roman, Byzantine, Greek, Jews, Chinese, and from 1000 AD onwards Arab, Turk, Afghan and Persian. അതായത് BC 3rd century BC, അതായത് BC 3-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ആരൊക്കെയാണ്? BC 3-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ആരൊക്കെയാണ് പറയുന്നത്? റോമക്കാർ, ബൈസന്റർ, റോമക്കാരും അതേപോലെ ബൈസന്റർമാരും ഗ്രീക്കുകാരും ജൂതന്മാരും ചൈനക്കാരും AD 1000 മുതൽ അറബികളും തുർക്കികളും അഫ്ഗാന്മാരും പേർഷ്യക്കാരും എന്നിവർ ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ എഴുതിയ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇൻഡോളജി. BC 3-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഫോറിൻ ട്രാവലേഴ്സ് ആയിട്ടുള്ള വിദേശ സഞ്ചാരികളായിട്ടുള്ള റോമക്കാർ, ബൈസന്റർ, ഗ്രീക്കുകാർ, ജൂതന്മാർ, ചൈനക്കാർ തുടങ്ങിയവരും അതേപോലെ AD 1000 മുതൽ 1000 മുതൽ അറബികളെ, തുർക്കികളെ, അഫ്ഗാനികളെ, പേർഷ്യക്കാരെ എന്നിവർ ഉൾപ്പെടുന്ന വിദേശ സഞ്ചാരികൾ ഒരുപാട് നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് നിരീക്ഷണങ്ങളാണ് ഈ BC 3-ാം നൂറ്റാണ്ടിലും അതേപോലെ തന്നെ 1000 AD-യിലും 1000 AD-യിലും ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ A Greek historian Megasthenes visited India in 302 BC as the ambassador of Seleucus I Nicator, founder of the Seleucid Empire, to the court of Chandragupta Maurya, Ashoka grandfather. അതായത് ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള മെഗസ്തനീസും അതേപോലെ തന്നെ പിന്നെ ആരാണ്? മെഗസ്തനീസ്, അതേപോലെ സെലൂസിഡും സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ സെലൂക്കസ് സാമ്രാജ്യത്തിന്റെ അംബാസഡർ ആയിട്ടുള്ള സെലൂക്കസ് ഒന്നാമൻ നിക്കേറ്റിന്റെ അംബാസഡറായി BC 302 ഇന്ത്യ സന്ദർശിച്ചു. ഗ്രീക്ക് ചരിത്രകാരനായ മെഗസ്തനീസും സെലൂസിഡ് സാമ്രാജ്യത്തിന്റെ സെലൂസിഡ് എന്നുള്ളത് ഗ്രീക്ക് ചിന്തകനാണ് മെഗസ്തനീസും. അതേപോലെ തന്നെ പിന്നെ ആരാണ്? 302 സെലൂസിഡ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടുള്ള സെലൂക്കസ് ഒന്നാമൻ നിക്കേറ്റിന്റെയും അംബാസഡറായി BC 302 ഇന്ത്യ സന്ദർശിച്ചു. അതേപോലെ പിന്നെന്താ പറയുന്നത്? ഫൗണ്ടർ ഓഫ് ദ സെലൂസിഡ് എംപയർ നമ്മൾ പറഞ്ഞു.
ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ അശോകാസ് ഗ്രാൻഡ് ഫാദർ. അശോകന്റെ മുത്തച്ഛനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അവർ എന്തായി എത്തി എന്നാ പറയുന്നത്, അംബാസിഡറായി എത്തുകയാണ് ഉണ്ടായത്. അപ്പൊ ഗ്രീക്ക് ചരിത്രകാരന്മാരായിട്ടുള്ള മെഗസ്തനീസും സെലൂസിഡ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ സെലൂക്കസ് ഒന്നാമൻ നിക്കേറ്റിന്റെ അംബാസിഡറായി BC 302 ഇന്ത്യ സന്ദർശിച്ചു. മാത്രല്ല അശോകന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ, അശോകാസ് ഗ്രാൻഡ് ഫാദർ, അശോകന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്കാണ് ഇവർ അംബാസിഡർമാരായി എത്തിയത്. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു മെഗസ്തനീസ്, ദ പീപ്പിൾ ഓഫ് ദ മഗധ കിങ്ഡം വിത്ത് ഈസ് ക്യാപിറ്റൽ പാടലിപുത്ര അഥവാ പാട്ന were divided into 7 group. അതുകൊണ്ട് തന്നെ ചന്ദ്രഗുപ്ത അപ്പൊ നമ്മൾ പറഞ്ഞു ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് ഇവര് എല്ലാവരും ഈ 2 പേരും വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. മാത്രല്ല പിന്നെ എന്താ പറയുന്നത്, മെഗസ്തനീസിന്റെ അഭിപ്രായത്തിൽ തലസ്ഥാനമായ പാടലിപുത്ര അഥവാ പാട്ന മഗധ രാജ്യത്തെ ജനങ്ങളെ 7 ഗ്രൂപ്പുകളായി തിരിക്കുകയാണ് ഉണ്ടായത്. മെഗസ്തനി അതായത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് 2 വിസിറ്റേഴ്സാ വന്നത്, മെഗസ്തനീസും അതേപോലെ തന്നെ സെലൂക്കസ് ഒന്നാമൻ നിക്കേറ്റും. സെലൂക്കസ് ഒന്നാമൻ നിക്കേറ്റും മെഗസ്തനീസുമാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അംബാസിഡർമാരായിട്ട് ചെന്നത്. അങ്ങനെ ഈ മെഗസ്തനീസിന്റെ അഭിപ്രായത്തില് തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്ര അഥവാ പട്ന ഉള്ള മഗധ രാജ്യത്തെ ജനങ്ങൾ 7 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരുന്നത്. 7 ഗ്രൂപ്പുകളായിട്ടാണ് ഈ പാടലിപുത്ര അഥവാ പാട്നയെ തരംതിരിച്ച് അവിടുത്തെ മഗധ രാജ്യത്തെ ജനങ്ങളെ 7 ഗ്രൂപ്പുകളായി തിരിച്ചു എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ ഗ്രൂപ്പായെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആരാണ് തിരിച്ചത്? മെഗസ്തനീസ് ആണ് തിരിച്ചത്. ഇന്ത്യയുടെ നമ്മളുടെ ഇന്ത്യ സന്ദർശിച്ച മെഗസ്തനീസും സെലൂസിഡ് സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള സെലൂക്കസ് ഒന്നാമൻ നിക്കേറ്റും ഇന്ത്യ സന്ദർശിക്കുകയും ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെ അംബാസിഡറായി എത്തുകയും അങ്ങനെ മെഗസ്തനീസ് ഈ നമ്മുടെ പാടലിപുത്ര അഥവാ പട്ന മഗധയുടെ തലസ്ഥാനമാണത്. ഈ മഗധ രാജ്യത്തെ ജനങ്ങളെ 7 ഗ്രൂപ്പുകളാക്കി തിരിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഫിലോസഫേഴ്സ് ഹു പെർഫോംഡ് റൈറ്റ്സ് ആൻഡ് സാക്രിഫൈസ്. ആചാരങ്ങളും യാഗങ്ങളും അനുഷ്ഠിച്ചിരുന്ന തത്വചിന്തകർ. ജനങ്ങളെ 7 ഗ്രൂപ്പാക്കി. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെടുന്നത് ആരൊക്കെയാണ്? ഫിലോസഫേഴ്സ് ഹു പെർഫോംഡ് റൈറ്റ്സ് ആൻഡ് സാക്രിഫൈസ്. അതായത് ആചാരങ്ങളും യാഗങ്ങളും അനുഷ്ഠിച്ചിരുന്ന ഫിലോസഫേഴ്സ്. ഫിലോസഫേഴ്സ് ഹു പെർഫോംഡ്, ഫിലോസഫേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? തത്വചിന്തകർ. ആരാണ് ആ തത്വചിന്തകര്? റൈറ്റ്സും ആചാരങ്ങളും യാഗങ്ങളും. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ത്വജിക്കുക അഥവാ യാഗം നടത്തുക. അപ്പോ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആചാരങ്ങൾ. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ. ആചാരങ്ങളും യാഗങ്ങളും പെർഫോം ചെയ്യുന്ന തത്വചിന്തകരായിട്ട് ജനങ്ങളെ 1 ഗ്രൂപ്പാക്കി തിരിച്ചു. ഇത് ആരുടെ അഭിപ്രായത്തിലാണ് ഈ ഗ്രൂപ്പുകൾ? മെഗസ്തനീസിന്റെ അഭിപ്രായത്തിൽ. സെക്കൻഡ് പോയിന്റ്, farmers who performed bulk of the population and paid taxes. മാത്രല്ല farmers who performed bulk of the population and paid taxes. ജനസംഖ്യയുടെ ഭൂരിഭാഗവും നികുതി അടച്ചിരുന്നത് കർഷകരായിരുന്നു. അപ്പൊ നികുതി അടയ്ക്കുന്നതിനായിട്ടുള്ള ഒരു കർഷക വിഭാഗമായിട്ട് 2ാമത്തെ ഗ്രൂപ്പിനെ തിരിച്ചു. നികുതി അടയ്ക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫാമേഴ്സ് ഗ്രൂപ്പായിട്ട് പീപ്പിൾസിനെ 2ാമത്തെ വിഭാഗമായിട്ട് തിരിക്കുകയാണ് ചെയ്തത്. 3ാമത്തെ ഗ്രൂപ്പായിട്ട് മെഗസ്തനീസ് തിരിച്ചത് ആരാണ്? 3ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണ്? ഷെഫേർഡ്സ് ആൻഡ് ഹണ്ടേഴ്സ്. ഇടയന്മാരും വേട്ടക്കാരും. ഷെഫേർഡ്സ് ആൻഡ് ഹണ്ടേഴ്സ്. ഇടയന്മാരും അതേപോലെ തന്നെ ഹണ്ടേഴ്സ് ആണ് വേട്ടക്കാരും. അപ്പോൾ
മൂന്നാമത്തെ ഗ്രൂപ്പായിട്ട് തിരിച്ചത് ജനങ്ങളെ എങ്ങനെയാണ്? ഇടയന്മാരായിട്ടും വേട്ടക്കാരായിട്ടും. നാലാമത്തെ ഗ്രൂപ്പ് ആർട്ടിസൺസ്, കരകൗശല വിദഗ്ധർ. ആർട്ടിസൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കരകൗശല വിദഗ്ധരായിട്ട് തരംതിരിച്ചു. അതിന്റെ അഞ്ചാമതായിട്ട് തിരിച്ചത് സോൾജിയേഴ്സ്, പട്ടാളക്കാരായിട്ട് തരംതിരിച്ചു. ആൻഡ് ആറാമതായിട്ട് തിരിച്ചത് ഓവർസീസ് ഇൻസ്പെക്ടേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് അപ്പോയിന്റ്മെന്റഡ് ബൈ കിങ് ഓർ മജിസ്ട്രേറ്റ്, രാജാവോ മജിസ്ട്രേറ്റോ നിയമിക്കുന്ന ഭരണപരമായ ചുമതലകളുടെ മേൽനോട്ടക്കാരൻ. രാജാവോ കിങ്ങോ മജിസ്ട്രേറ്റോ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഭരണപരമായ ചുമതലകളുടെ മേൽനോട്ടക്കാരനായിട്ട് ആറാമതായിട്ട് തിരിച്ചു. ഏഴാമതായിട്ട് തിരിച്ചത് കൗൺസിലേഴ്സ് ആണ്. ഏഴാമതായിട്ട് തിരിക്കുന്നത് ആരാണ്? കൗൺസിലേഴ്സ്. ഏഴാമതായിട്ട് തിരിക്കുന്നത് ആരാണ്? കൗൺസിലേഴ്സ് ആണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടില്ല, കൗൺസിലേഴ്സ്. അപ്പോ ഇങ്ങനെ 7 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മളുടെ മഗധയിലെ ജനങ്ങളെ ആര് തരംതിരിച്ചത്? മെഗസ്തെനീസ് തരംതിരിച്ചത്. 7 ഗ്രൂപ്പുകളായിട്ട് മഗധയിലെ ജനങ്ങളെ മെഗസ്തെനീസ്, ഇന്ത്യ സന്ദർശിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് സന്ദർശനം നടത്തിയിട്ടുള്ള ഫോറിൻ അംബാസിഡർ ആയിട്ടുള്ള മെഗസ്തെനീസ് ഇന്ത്യയിലെ ജനങ്ങളെ 7 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് നമുക്ക് എടുക്കാനുള്ളത് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ്? ഇൻഡോളജിക്കൽ കാഴ്ചപ്പാട് എന്ന് നമുക്ക് നോക്കാം. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്. The Indological view provided some concept, theories and framework that the scholars claimed to have emerged from their study of Indian civilization. ഇന്ത്യൻ നാഗരികതയെ കുറിച്ചുള്ള, ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ നാഗരികതയെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പണ്ഡിതന്മാർ അവകാശപ്പെടുന്ന ചില ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ, അതേപോലെ ഫ്രെയിംവർക്കുകൾ, ഫ്രെയിംവർക്ക് പറഞ്ഞാൽ ചട്ടക്കൂടുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇൻഡോളജിക്കൽ വീക്ഷണം. ഇപ്പൊ എന്താണ് ഇൻഡോളജിക്കൽ വീക്ഷണം എന്ന് പറഞ്ഞാല്? ഇന്ത്യൻ സിവിലൈസേഷനെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന്, ഇന്ത്യൻ സിവിലൈസേഷൻ അഥവാ ഇന്ത്യൻ നാഗരികതയെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പണ്ഡിതന്മാർ അവകാശപ്പെടുന്ന ചില ആശയങ്ങൾ, ഐഡിയോളജികൾ, സിദ്ധാന്തങ്ങൾ, തിയറികൾ, ഫ്രെയിംവർക്കുകൾ എന്നിവ ചേർന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡോളജിക്കൽ വീക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ they primarily adopted a historical and comparative approach. അവ പ്രധാനമായും ചരിത്രപരമായും താരതമ്യമായ സമീപനമാണ് സ്വീകരിച്ചത്. they primarily adopted a historical, ചരിത്രപരമായും, കമ്പാരറ്റീവ്, താരതമ്യപരമായിട്ടുള്ള അപ്രോച്ച്, ഒരു സമീപനമാണ് അവ സ്വീകരിച്ചിട്ടുള്ളത്. And then their understanding of Indian society and its structure is largely based on their study of classical Sanskritic and Persian text and literature. പിന്നെന്താ അവിടെ പറയുന്നത്? ഇന്ത്യൻ സമൂഹത്തെയും അതിൻ്റെ ഘടനയെ കുറിച്ചുള്ള പഠനത്തെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ their understanding of Indian society and its structure is largely based on their study of classical Sanskritic. അതായത് സംസ്കൃതത്തിനും പേർഷ്യൻ ടെക്സ്റ്റ്, പേർഷ്യൻ ലാംഗ്വേജിനും ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനുമൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യപ്പെട്ടത്? അണ്ടർസ്റ്റാൻഡിങ് ചെയ്തത്, മനസ്സിലാക്കപ്പെട്ടത്. വില്യം ജോൺ ആൻഡ് ഹെൻറി തോമസ് കോൾബ്രക്ക് also held deep respect for ancient cultures. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? വില്യം ജോണും ഹെൻറി തോമസ് കോൾബ്രൂക്കും ഒക്കെയാണ് ഇവിടെ ബഹുമാനിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആൻഷ്യന്റ് കൾച്ചേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്? സാൻസ്ക്രിറ്റും പേർഷ്യനും ലിറ്ററേച്ചർ ഒക്കെയാണ് ഇവിടെ ഇന്ത്യൻ സമൂഹത്തിലെ ഘടനാപരമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇന്ത്യൻ സൊസൈറ്റിയിലെ
ഘടനാപരമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? സാൻസ്ക്രിറ്റും പേർഷ്യനും ലിറ്ററേച്ചറും ആയിരുന്നു. ആരൊക്കെയാണ് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചത്? വില്യം ജോണും ഹെൻറി തോമസ് കോൾബറോക്കും. ഇതിനെയാണ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ യൂണിറ്റിലെ ആദ്യ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമുക്കിങ്ങനെ അടുത്ത ഓരോ ഇതിൽ ടീച്ചർ എഴുതിയിടും. അപ്പോൾ ഈ എഴുതിയിടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ എഴുതിയിട്ടിട്ടുള്ളത്. ഞാൻ എഴുതിയിടുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിലോ സ്റ്റഡി മെറ്റീരിയലോ അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിലെ ബാക്കി വരുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കൂ. Indian rulers till about 15th century, we find a range of writings based on both first-hand observation of Indian society and secondary analysis of the Sanskrit text. ഇത് പറയുന്നത് ആരാ? കോൺ 1990. കോൺ എന്ന സോഷ്യോളജിസ്റ്റ് 1990 പറയുന്ന കാര്യമാണ്. എന്താ അദ്ദേഹം പറയുന്നത്? എന്താണ് ഇവിടെ കോൺ പറയുന്നത്? COHN, കോൺ. അവിടെ എച്ച് സൈലന്റ് ആക്കിയിട്ട് ഉച്ചരിക്കണേ, അതുകൊണ്ടാണ് കോൺ എന്ന് പറയുന്നത്. 1990 കോൺ അഭിപ്രായപ്പെടുന്നു. എന്താണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്? 15ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണങ്ങളെയും സംസ്കൃത ഗ്രന്ഥങ്ങളുടെ സെക്കൻഡറി വിശകലനത്തെയും സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിൻ്റെ അഥവാ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ സെക്കൻഡറി അഥവാ ദ്വിതീയ വിശകലനത്തെയും അടിസ്ഥാനമാക്കിയുള്ള നിരവധി രചനകൾ കണ്ടെത്താൻ കഴിയുമെന്ന് 1990-കളിൽ കോൺ അഭിപ്രായപ്പെട്ടു. അപ്പം എന്താണ് ഇവിടെ കോൺ അഭിപ്രായപ്പെട്ടത്? ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവില് 15ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണങ്ങളെയും ഒബ്സർവേഷൻ എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഇന്ത്യൻ സമൂഹത്തിൻ്റെ, ഇന്ത്യൻ സൊസൈറ്റിയുടെ നേരിട്ടുള്ള നിരീക്ഷണങ്ങളുടെയും അതേപോലെ തന്നെ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ഒരു സെക്കൻഡറി വിശകലനത്തെയും അടിസ്ഥാനമാക്കിയുള്ള നിരവധി രചനകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് 1990-കളിൽ കോൺ അവകാശപ്പെട്ടു. അതാണ് ഇവിടെ കോൺ 1990 എഴുതിയിരുന്നത്. കോൺ നോട്ട്സ് എന്ന് പറഞ്ഞാൽ 15ാം നൂറ്റാണ്ടുകളിൽ വരെയുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ നേരിട്ടിട്ടുള്ള നിരീക്ഷണങ്ങളെയും സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ഒരു സെക്കൻഡറി വിശകലനത്തെയും അടിസ്ഥാനമാക്കിയുള്ള നിരവധി രചനകൾ, നിരവധി ലിറ്ററേച്ചേഴ്സ്, നിരവധി രചനകൾ കാണാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട്? കോൺ അവകാശപ്പെടുന്നു. അതേപോലെ thus the Indological construction of India can be found in the accounts of travelers like Megasthenes, of historians like Al-Biruni and later Abul Fasl Alami, the early colonialist. എന്താ ഇവിടെ പറയുന്നത്? The Indological contraction of India can be found in account of travelers. ഇന്ത്യയുടെ പ്രത്യയശാസ്ത്ര നിർമ്മിതികളിൽ സൂചിപ്പിച്ച മെഗസ്തനീസ് പോലുള്ള സഞ്ചാരികൾ, അൽബറൂണി, അതേപോലെ തന്നെ അബുൽ ഫസൽ അലാമി പോലുള്ള ചരിത്രകാര്യന്മാർ. ആരൊക്കെയാണ്? ഇന്ത്യയുടെ പ്രത്യയശാസ്ത്ര നിർമ്മിതികൾ സൂചിപ്പിച്ച മെഗസ്തനീസ് പോലുള്ള സഞ്ചാരികൾ. The ideological construction of India can be found in the account of travelers. മെഗസ്തനീസിനെ പോലെയുള്ള ഇന്ത്യയുടെ പ്രത്യയശാസ്ത്ര നിർമ്മിതികൾ സൂചിപ്പിച്ച സഞ്ചാരികൾ ആരൊക്കെയാണ്? അൽബറൂണിയും അബുൽ ഫസൽ അലാമി. അതെ, അബുൽ ഫസൽ അലാമിയെ പോലുള്ള ചരിത്രകാര്യന്മാർ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഇത് ഏർലി കൊളോണിയലിസ്റ്റ്, ആദ്യകാല കൊളോണിയലിസ്റ്റുകളായിരുന്നു. അപ്പോ ഇവരൊക്കെ അതേപോലെ പിന്നെന്താ അവിടെ പറയുന്നത്? പോർച്ചുഗീസ് അഡ്വാൻറ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ദ മർച്ചന്റ് ആൻഡ് മിഷനറി ഹു കണ്ടെയ്ൻ ടു റൈറ്റ് അബൌട്ട് ഇന്ത്യ
till the advent of British rule. അപ്പോൾ ഇന്ത്യയുടെ പ്രത്യയശാസ്ത്ര നിർമ്മിതികളിൽ സൂചിപ്പിച്ച മെഗസ്തനീസ് പോലുള്ള സഞ്ചാരികളും അൽബറൂണിയും അബുൾ ഫസൽ അലാമിയെ പോലുള്ള ചരിത്രകാര്യന്മാർ, ആദ്യകാല കൊളോണിയലിസ്റ്റുകൾ, പോർച്ചുഗീസ് സഹ-ആഫ്രിക്കർ ഭരണാധികാരികൾ, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആവിർഭാവം വരെ ഇന്ത്യയെക്കുറിച്ച് എഴുതിയ വ്യാപാരികൾ, മിഷനറിമാർ എന്നിവരുടെ വിവരണങ്ങളിൽ കാണാം. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ആരൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് അവിടെ പറയുന്നത്? മെഗസ്തനീസ് പോലുള്ള സഞ്ചാരികളെ, അൽബറൂണി, അതേപോലെ അബുൽ ഫസൽ അലാമി, അതേപോലെ തന്നെ ആദ്യകാല കൊളോണിയലിസ്റ്റുകളായിട്ടുള്ള പോർച്ചുഗീസ് സഹയാത്രികന്മാരെ, ഭരണാധികാരികളെ, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആവിർഭാവം വരെ ഇന്ത്യയെക്കുറിച്ച് എഴുതിയ വ്യാപാരികൾ, മിഷനറിമാർ എന്നിവരുടെ വിവരണങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രത്യയശാസ്ത്ര നിർമ്മിതികളിൽ സൂചിപ്പിച്ചതുപോലെ, ഇന്ത്യൻ ഐഡിയോളജിസ്റ്റുകളിൽ സൂചിപ്പിച്ചതുപോലെ മെഗസ്തനീസും അൽബറൂണിയും അബുൾ ഫസൽ അലാമിയും, അതേപോലെ തന്നെ ആദ്യകാല കൊളോണിയലിസ്റ്റുകളും പോർച്ചുഗീസ് സഞ്ചാരികളും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയൊക്കെ അവരൊക്കെ എഴുതിയ രേഖകളിൽ നിന്നും ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വിവരണങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതാണ് ഏത് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്. അതേപോലെ തന്നെ on the other hand, Al-Biruni and Abul Fasal, through their familiarity with Sanskritic source, arrive at the Varna theory of the caste system and even recognized the internal division of caste. അതായത് അൽബറൂണിയും അബുൾ ഫസലും സംസ്കൃത സ്രോതസ്സുകളുമായുള്ള പരിചയത്തിലൂടെ ജാതി വ്യവസ്ഥയുടെ വർണ്ണ സിദ്ധാന്തത്തിൽ എത്തിച്ചേരുകയും ജാതിയുടെ ആന്തരിക വിഭജനങ്ങളെ പോലും അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. അൽബറൂണിയും അബുൾ ഫസലും ഇന്ത്യയിൽ വന്നതിന് ശേഷം സംസ്കൃത സ്രോതസ്സുമായി പരിചയപ്പെടുകയും സംസ്കൃത ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുകയും, നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഉയർന്ന ജാതിക്കാർ മാത്രമാണ് സംസ്കൃതത്തെ ഫോളോ ചെയ്തിരുന്നത്. സംസ്കൃത ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്തിരുന്നത് വെറും അപ്പർ ക്ലാസ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അൽബറൂണിയും അബുൾ ഫസലും സംസ്കൃത സ്രോതസ്സുകളുമായുള്ള പരിചയത്തിലൂടെ ജാതി വ്യവസ്ഥയുടെ വർണ്ണ സിദ്ധാന്തത്തിൽ എത്തിച്ചേർന്നു. കാസ്റ്റ് സിസ്റ്റത്തിന്റെ വർണ്ണ സിദ്ധാന്തത്തിൽ ആരെല്ലാം എത്തിച്ചേർന്നു? ഈ അൽബറൂണിയും അതേപോലെ തന്നെ അബുൾ ഫസലും എത്തിച്ചേരാനുള്ള കാരണം അവർ പരിചയപ്പെട്ട ഗ്രന്ഥം സാൻസ്ക്രിറ്റ് ആയിരുന്നു, സംസ്കൃതമായിരുന്നു. ഈ അൽബറൂണിയും അബുൾ ഫസലും പരിചയപ്പെട്ട ഗ്രന്ഥം ഏതായിരുന്നു? സംസ്കൃതമായിരുന്നു. സംസ്കൃതം ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയിലെ ഒരു കാലത്ത് ഉയർന്ന ജാതിക്കാർ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്കൃതം അവർ ഫോളോ ചെയ്തതിന്റെ ഭാഗമായി ജാതി വ്യവസ്ഥയുടെ വിഭജനങ്ങളെ ആര് അംഗീകരിച്ചു? അൽബറൂണിയും അബുൾ ഫസലും അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. സം ബേസിക് അസംഷൻ ഓഫ് ദ ഇൻഡോളജിസ്റ്റ്. എന്തൊക്കെയാണ് ഇൻഡോളജിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട അസംഷൻസ്, ബേസിക് അസംഷൻ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യ ഹാഡ് എ ജനറൽ glorious past, and to understand it one must go back to the sacred books that were written during the ancient time. Both the philosophical and the cultural tradition of India are rooted in this text. ഇന്ത്യക്ക് മഹത്തായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഇന്ത്യ ഹാഡ് എ ഗ്ലോറിയസ് എന്ന് പറഞ്ഞാൽ എന്താ? മഹത്തായ. പാസ്റ്റ്, ഭൂതകാലം. ഇന്ത്യക്കൊരു മഹത്തായ ഗ്ലോറിയസ് പാസ്റ്റ് ഉണ്ടായിരുന്നു, മഹത്തായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ ഒരാൾ പുരാതന കാലത്ത് എഴുതപ്പെട്ട പുണ്യഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. ഇന്ത്യയുടെ ദാർശനികവും സാംസ്കാരികവുമായ ഈ പാരമ്പര്യങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ വേരൂന്നിയതാണ്. അപ്പോ ബേസിക് അസംഷനിൽ എന്താ പറയുന്നത്? ഇന്ത്യ ഹാഡ് എ ഗ്ലോറിയസ് പാസ്റ്റ്, and to understand it one must go back to the sacred book that were written during the ancient time. Both the philosophical and the cultural tradition of India are rooted in this text. ഇന്ത്യക്ക് മഹത്തായിട്ടുള്ള ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ
പുരാതന കാലത്ത് എഴുതപ്പെട്ട സേക്രഡ് എന്ന് പറഞ്ഞാൽ എന്താ, പുണ്യമായിട്ടുള്ളത്. അപ്പൊ ആ സേക്രഡ് ടെക്സ്റ്റിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലണം. ഇന്ത്യയുടെ ദാർശനികവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തതാണ്, റൂട്ടഡ് എന്ന് പറഞ്ഞാൽ വേരൂന്നിയതാണ്. അതാണ് ഇൻഡോളജിയുടെ ഫസ്റ്റ് അസംഷൻ. ആൻഡ് സെക്കൻഡ് അസംഷനിലേക്ക് കടക്കാം. ദിസ് ancient book reveal the real ideas of the Indian culture and society. One must understand these books to chart out the future development of India. പുരാതന ഗ്രന്ഥങ്ങൾ, ancient book എന്ന് പറഞ്ഞാൽ പുരാതന ഗ്രന്ഥങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും യഥാർത്ഥ ആശയങ്ങൾ വെളിപ്പെടുത്തുന്നു. ആൻഷ്യന്റ് ബുക്ക് ഇന്ത്യൻ കൾച്ചറിന്റെയും സൊസൈറ്റിയുടെയും യഥാർത്ഥത്തിലുള്ള ഐഡിയോളജികൾ വെളിപ്പെടുത്തുകയും ഇന്ത്യയുടെ ഫ്യൂച്ചർ, ഇന്ത്യയുടെ ഭാവി വികസനം, ഇന്ത്യൻ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്, ഇന്ത്യയുടെ ഭാവി വികസനം രൂപപ്പെടുത്താൻ ഈ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കണം. അപ്പോ സെക്കൻഡ് അസംഷനിൽ എന്താ പറയുന്നത്, ഈ പുരാതന ഗ്രന്ഥങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും യഥാർത്ഥ ആശയങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് രൂപപ്പെടുത്താൻ ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് സെക്കൻഡ് പോയിന്റിലൂടെ പറയുന്നത്. ആൻഡ് തേർഡ് വൺ, institution should be set up to encourage the study of ancient Indian text and each Sanskrit and Persian literature and poetry. പുരാതന ഗ്രന്ഥങ്ങളുടെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്കൃതം, പേർഷ്യൻ സാഹിത്യം, കവിത എന്നിവ പഠിക്കുന്നതിനായി സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി സെറ്റപ്പ്. ഇൻസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ ഏതൊക്കെ തരം ഇൻസ്റ്റിറ്റ്യൂഷൻസാ? സംസ്കൃതത്തിനും പേർഷ്യനും സാഹിത്യം, കവിത, പേർഷ്യൻ ഭാഷയിലും സംസ്കൃത ഭാഷയിലൊക്കെ ഉള്ള സാഹിത്യങ്ങൾക്കും കവിതകളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം നിർമ്മിക്കണമെന്നാണ് ഐഡിയോളജിയുടെ അസംഷനായിട്ട് മൂന്നാമത്തെ പോയിന്റിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ എഴുതിയിട്ട കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത്രയും ബേസിക് അസംഷൻ ഓഫ് ദ ഇൻഡോളജിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിന്റുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഫസ്റ്റ് പോയിന്റിൽ എന്താ ടീച്ചർ പറഞ്ഞേ? ഇന്ത്യക്ക് മഹത്തായ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ഭൂതകാലം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ ഒരാൾ പുരാതന കാലത്തെ എഴുതപ്പെട്ട പുണ്യഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. ഇന്ത്യയുടെ ദാർശനികവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്യപ്പെട്ടതാണ്? റൂട്ടഡ് ആണ്, വേരൂന്നിയതാണ്. സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ഈ പുരാതന ഗ്രന്ഥങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും യഥാർത്ഥ ആശയങ്ങൾ വെളിപ്പെടുത്തുകയും ഇന്ത്യയുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് രൂപപ്പെടുത്താൻ ഈ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളുടെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സംസ്കൃതം, പേർഷ്യൻ അതേപോലെ തന്നെ സംസ്കൃതത്തിന്റെയും പേർഷ്യന്റെയും ഒക്കെ ഉള്ള പേർഷ്യൻ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സാഹിത്യങ്ങളും കവിതകളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ചെയ്യണം എന്നാണ് ഇൻഡോളജിക്കൽ അസംഷനിൽ തേർഡ് പോയിന്റ് ആയിട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അതിന്റെ അസംഷനുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കുകളായിട്ട് പറഞ്ഞു തന്നത്. അടുത്ത ടോപ്പിക് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ബോക്സ് 1.1 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇത് കാണാം. അതിലെ ഫസ്റ്റ് പാരഗ്രാഫാണ് നമുക്കിവിടെ വേണ്ടത്. ബോക്സ് 1.1. ആ ബോക്സിലാണ് അതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ ഫസ്റ്റ് ബോക്സിലെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ എന്തായെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ. വില്യം ജോൺസും ഹെൻറി തോമസ് കോൾബ്രോക്കും നഥാനിയേൽ ഹാൽഹർഡും ചേർന്ന് സെറ്റപ്പ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഇൻ 1787 ആൻഡ് സ്റ്റാർട്ടഡ് എ ജേണൽ കാൾഡ് ഏഷ്യാറ്റിക് റിസർച്ച്. അതായത്
1787 വില്യം ജോൺസും ഹെൻറി തോമസ് കോൾബ്രോക്കും നഥാനിയേൽ ഹാൽഹെഡ്, ആരൊക്കെ ചേർന്ന? വില്യം ജോൺസ്, ഹെൻറി തോമസ് കോൾബ്രോക്ക്, നഥാനിയേൽ ഹാൽഹെഡ് എന്നിവർ ചേർന്നുകൊണ്ട് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിക്കുകയും സ്ഥാപിക്കുകയും മാത്രമല്ല ഏഷ്യാറ്റിക് സെർച്ച് എന്ന പേരിൽ ഒരു ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഏഷ്യാറ്റിക് റിസർച്ച് എന്ന പേരിൽ ഒരു ജേണൽ സ്റ്റാർട്ടഡ് ചെയ്യുകയും ചെയ്തു. ആരൊക്കെ ചേർന്ന? 1787 വില്യം ജോൺസും ഹെൻറി തോമസ് കോൾബ്രോക്കും നഥാനിയേൽ ഹാൽഹെഡ് എന്നിവർ ചേർന്നുകൊണ്ട് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാറ്റിക് റിസർച്ച് എന്ന പേരിൽ ഒരു ജേണൽ ആരംഭിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ The journal was devoted to anthropological and Indological interests such as study of Sanskrit, comparative jurisprudence, comparative religion. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് The journal was devoted to anthropological and Indological interests such as study of Sanskrit, സംസ്കൃത പഠനം, പിന്നെ കമ്പാരറ്റീവ് ജൂറിസ്പ്രുഡൻസ് സംസ്കൃത പഠനവും താരതമ്യ നിയമശാസ്ത്രം കമ്പാരറ്റീവ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യ നിയമ പഠനവും അതേപോലെ തന്നെ പിന്നെ ഏതാ അവിടെ കമ്പാരറ്റീവ് റിലീജിയൻ താരതമ്യ മതപരമായ റിലീജിയൻ മീൻസ് മതപരം. അപ്പോൾ താരതമ്യപരമായ മതപരമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നരവംശാസ്ത്രപരവും ഇൻഡോളജിക്കൽ മേഖലകളുമാണ് ഈ ജേണലിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വ്യക്തമാക്കി ഒരു ഏഷ്യാറ്റിക് റിസർച്ച് എന്ന പേരിൽ ജേണൽ ആരംഭിച്ചു എന്ന് പറഞ്ഞു. ആ ജേണലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? സംസ്കൃത പഠനവും കമ്പാരറ്റീവ് ജൂറിസ്പ്രുഡൻസും അതേപോലെ തന്നെ പിന്നെ ഏതാണ് സാൻസ്ക്രിറ്റും വരുന്നുണ്ട്, കമ്പാരറ്റീവ് ജൂറിസ്പ്രുഡൻസും വരുന്നുണ്ട്, കമ്പാരറ്റീവ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യ മതപരമായ മതങ്ങളെ താരതമ്യ പഠനം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നതായിരുന്നു ഏത്? ആ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന പേരിൽ രൂപീകൃതമായിട്ടുള്ള ആ ജേണൽ. ഓക്കെ, അടുത്ത ഇതിൽ എന്താ പറയുന്നത്? The members of the Asiatic Society of Bengal were the first European scholars to recognize the common ancestry of Sanskrit with Greek, Latin, European language. ഗ്രീക്ക്, മറ്റ് യൂറോപ്യൻ ഭാഷകൾ എന്നിവയുമായുള്ള സംസ്കൃതത്തിൻ്റെ പൊതുവായ വശാവലി തിരിച്ചറിഞ്ഞ് ആദ്യത്തെ പണ്ഡിതരായിരുന്നു ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിലെ അംഗങ്ങൾ. ഗ്രീക്ക്, മറ്റ് യൂറോപ്യൻ ലാംഗ്വേജുകൾ എന്നിവയുമായുള്ള സംസ്കൃതത്തിൻ്റെ പൊതുവായ വംശാവലി തിരിച്ചറിഞ്ഞ ആദ്യത്തെ സംസ്കൃതത്തെക്കുറിച്ച് കൂടുതൽ അവബോധം ഉളവാക്കിയ പണ്ഡിതന്മാരായിരുന്നു ഏതിലുണ്ടായിരുന്നത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിലെ അംഗങ്ങൾ. The members of Asiatic Society of Bengal were the European scholars who recognized common ancestry of Sanskrit, Greek, Latin and European language. ഗ്രീക്കും ലാറ്റിനും യൂറോപ്യൻ ലാംഗ്വേജും മനസ്സിലാക്കിയിട്ടുള്ള ഈ സ്കോളേഴ്സ് ഏതിനെയും കൂടി കുറിച്ച് തിരിച്ചറിയാൻ ഈ ഭാഷകളൊക്കെ അറിയുന്ന സ്കോളേഴ്സ്, ഗ്രീക്ക്, മറ്റ് യൂറോപ്യൻ ഭാഷകൾ എന്നിവയൊക്കെ മനസ്സിലാക്കിയ സ്കോളേഴ്സ് ഏത് ഭാഷയും കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാ പറയുന്നത്? സാൻസ്ക്രിറ്റും കൂടി അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ആളുകളായിരുന്നു ഏതിലുണ്ടായിരുന്നത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഹിന്ദുയിസം ദാറ്റ് ഹാഡ് സെവറൽ ഇംപ്ലിക്കേഷൻ. ഇൻഡോളജിക്കൽ വീക്ഷണത്തിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എന്താ പറയുന്നത്? ഡെഫിനിഷൻ ഓഫ് ഹിന്ദുയിസം ദാറ്റ് ഹാഡ് സെവറൽ ഇംപ്ലിക്കേഷൻ.
ഹിന്ദുയിസം, ഹിന്ദുത്വവാദവുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ യൂണിറ്റിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഡെഫിനിഷൻ ഓഫ് ഹിന്ദുയിസം ദാറ്റ് ഹാഡ് സെവറൽ ഇംപ്ലിക്കേഷൻ. അത് 2 പോയിന്റുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഓവർ എംഫസൈസ് ദ centrality of the Brahmin and their dominant status in Indian society even in the face of country evidence that showed few Brahmin dynasty and political and military power in the hands of other group as well. അതായത് ബ്രാഹ്മണ രാജവംശങ്ങൾ കുറവാണെന്നും രാഷ്ട്രീയ സൈനിക ശക്തി മറ്റു ഗ്രൂപ്പുകളുടെ കൈകളിലാണെന്നും കാണിക്കുന്ന വിപരീത തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ സമൂഹത്തിൽ ബ്രാഹ്മണരുടെ കേന്ദ്രീകരണത്തെയും അവരുടെ ആധിപത്യ നിലയെയും അമിതമായി ഊന്നിപ്പറഞ്ഞു. ഇപ്പൊ എന്താണ് ഹിന്ദുയിസത്തിന്റെ ഡെഫിനിഷൻ? ബ്രാഹ്മണ രാജവംശങ്ങൾ കുറവാണെന്നും രാഷ്ട്രീയ സൈനിക ശക്തി മറ്റു ഗ്രൂപ്പുകളുടെ കൈകളിലാണെന്നും കാണിക്കുന്ന വിപരീത തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ സമൂഹത്തിൽ ബ്രാഹ്മണരുടെ കേന്ദ്രീകരണത്തെയും അവരുടെ ആധിപത്യ നിലയെയും അമിതമായിട്ട് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അമിതമായി അതിനെ പ്രാധാന്യം കൊടുത്തു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓവർ എംഫസൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അമിതമായി ഊന്നിപ്പറയുക. എംഫസൈസ് ചെയ്യാൻ ഊന്നിപ്പറയുക. ഓവർ എംഫസൈസ്ഡ് പറഞ്ഞാൽ അമിതമായി ഊന്നിപ്പറഞ്ഞു. എന്തിനെ കുറിച്ച്? ബ്രാഹ്മണ രാജവംശങ്ങൾ കുറവാണെന്നും രാഷ്ട്രീയ സൈനിക ശക്തി മറ്റു ഗ്രൂപ്പുകളിലാണെന്നും കാണിക്കുന്ന വിപരീത തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ സമൂഹത്തിൽ ബ്രാഹ്മണരുടെ കേന്ദ്രീകരണത്തെയും അവരുടെ ആധിപത്യത്തെയുമാണ് ഇവിടെ ബ്രാഹ്മിൺ ഡൈനാസ്റ്റിയാണ് ഇവിടെ ഊന്നിപ്പറഞ്ഞത്. അതേപോലെ തന്നെ ഇറ്റ് ലെഡ് ടു എ ഫിക്സഡ് വ്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി വിത്ത് നോ റീജിയണൽ variation, let alone historical changes over time. What followed is an unquestionable acceptance of authority of trust and perspective behavior rather than the actual behavior and customs being practiced by the people. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ കാലക്രമേണ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് പുറമേ പ്രാദേശിക വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സമൂഹത്തെക്കുറിച്ചുള്ളൊരു ഫിക്സഡ് ഒബ്സർവേഷൻ, സ്ഥിരമായ വീക്ഷണത്തിലേക്ക് നയിക്കുകയും തുടർന്ന് ആളുകൾ അനുവർത്തിക്കുന്ന യഥാർത്ഥ പെരുമാറ്റത്തെയും ആചാരങ്ങളെയും അപേക്ഷിച്ച് ഗ്രന്ഥങ്ങളുടെ നിർദ്ദേശിത പെരുമാറ്റത്തെയും അധികാരത്തെ ചോദ്യം ചെയ്യാനാവാത്ത വിധം അംഗീകരിക്കപ്പെട്ടു. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? കാലക്രമേണ ചരിത്രപരമായ മാറ്റങ്ങൾക്ക്, ഹിസ്റ്റോറിക്കൽ ചേഞ്ചസിന് പുറമേ റീജിയണൽ ഡിഫറൻസുകൾ ഒന്നുമില്ലാതെ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ സമൂഹത്തെക്കുറിച്ചൊരു സ്ഥിരമായ വീക്ഷണത്തിലേക്ക് നയിക്കുകയും തുടർന്ന് ആളുകൾ അനുവർത്തിക്കുന്ന യഥാർത്ഥ പെരുമാറ്റത്തെയും ആചാരങ്ങളെയും അപേക്ഷിച്ച് ഗ്രന്ഥങ്ങളുടെ നിർദ്ദേശിത പെരുമാറ്റത്തെയും അധികാരത്തെയും ചോദ്യം ചെയ്യാനാവാത്ത വിധം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതാണ് സെക്കൻഡ് പോയിന്റിലൂടെ വ്യക്തമാക്കുന്നത്. കാലക്രമേണ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് പുറമേ പ്രാദേശിക വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ഫിക്സഡ് ഒബ്സർവേഷൻ, സമൂഹത്തെക്കുറിച്ചൊരു ഫിക്സഡ് വ്യൂവിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു? നയിക്കുകയും തുടർന്ന് ആളുകൾ അനുവർത്തിക്കുന്ന യഥാർത്ഥ പെരുമാറ്റത്തെയും ആചാരങ്ങളെ അപേക്ഷിച്ച് ഗ്രന്ഥങ്ങളുടെ നിർദ്ദേശിക പെരുമാറ്റത്തെയും അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആവാത്ത വിധം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഇനി ക്രിറ്റിക് ഓഫ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താ നോക്കാം. ഇൻഡോളജിക്കൽ വീക്ഷണത്തെ വിമർശിക്കുന്നത് എങ്ങനെ? ക്രിറ്റിക് ഓഫ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്. ശ്രദ്ധിച്ചോളൂ. ഓറിയന്റലിസം ഓർ സ്റ്റഡി ഓഫ് ദ ഈസ്റ്റ് ഈസ് ട്രീറ്റഡ് ബൈ എഡ്വേർഡ് സെഡ് ആൻഡ് റൊണാൾഡ് ഇന്ത്യൻ മെയിൻലി ആസ് എ പ്രോബ്ലം ഓഫ് കൾച്ചറൽ ഡോമിനൻസ് cradled within history or a space marked by power equation. എന്താ ഇവിടെ പറയുന്നത്? ചരിത്രത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക ആധിപത്യത്തിന്റെ ഒരു പ്രശ്നമായോ അധികാര സമവാക്യങ്ങളാൽ അടയാളപ്പെടുത്തിയ ഒരിടമായോ ആണ് ഓറിയന്റലിസം അല്ലെങ്കിൽ
ഓറിയന്റലിസത്തെ കുറിച്ച് ഇവിടെ പഠനം നടത്തുന്നത്. അപ്പോൾ അതായത് ഓറിയന്റലിസം ഓർ സ്റ്റഡി ഓഫ് ഈസ്റ്റ് ഈസ് ട്രീറ്റഡ് ബൈ എഡ്വാർഡ് സെഡ് ആൻഡ് റൊണാൾഡ് ഇന്ത്യൻ മെയിൻലി ആസ് എ പ്രോബ്ലം ഓഫ് കൾച്ചറൽ ഡോമിനൻസ് ക്രാഡൽഡ് വിത്തിൻ ഹിസ്റ്ററി ഓർ എ സ്പേസ് മാർക്ക്ഡ് ബൈ എ പവർ ഇക്വേഷൻ. അതായത് ചരിത്രത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക ആധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമായോ അധികാര സമവാക്യങ്ങളാൽ അടയാളപ്പെടുത്തിയ ഒരു ഇടമായോ ആണ് ഓറിയന്റലിസത്തെ കുറിച്ച് ഇവിടെ പഠനം നടത്തുന്നത്. എഡ്വാർഡ് സെഡ് ആൻഡ് റൊണാൾഡ് ഇന്ത്യൻ കൈകാര്യം ചെയ്യുന്നത് ആരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? എഡ്വാർഡ് സെഡും റൊണാൾഡ് ഇന്ത്യനും. എഡ്വാർഡ് സെഡും അതേപോലെ തന്നെ റൊണാൾഡ് ഇന്ത്യൻ കൈകാര്യം ചെയ്യുന്നത് ഇൻഡോളജികളുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും പ്രത്യയശാസ്ത്രപരമായ ആധിപത്യം സ്ഥാപിക്കുന്നതിനും കൊളോണിയൽ ഭരണത്തെ യുക്തിസഹമാക്കുന്നതിനുമാണെന്ന് ഹിമാനി ബാനർജിയെ പോലുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. അതേപോലെ സ്കോളേഴ്സ് ലൈക്ക് ഹിമാനി ബാനർജി ആൾസോ പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ വർക്ക് ഓഫ് ജോൺ and other Indologists were mainly directed to establish an Indological mastery over India and rationalize the colonial rule. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എഡ്വാർഡ് സെഡും റൊണാൾഡ് ഇന്ത്യനും കൈകാര്യം ചെയ്യുന്നത് എന്താണ്? എഡ്വാർഡ് സെഡും റൊണാൾഡ് ഇന്ത്യനും കൈകാര്യം ചെയ്യുന്നത് എന്താണ്? ചരിത്രത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക ആധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമായോ അധികാര സമവാക്യങ്ങളാൽ അടയാളപ്പെടുത്തിയ ഒരു ഇടമായോ ആണ് ഓറിയന്റലിസത്തെ ആര് കൈകാര്യം ചെയ്യുന്നത്? എഡ്വാർഡ് സെഡും റൊണാൾഡ് ഇന്ത്യനും കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഓറിയന്റലിസത്തെ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ആരൊക്കെയാണ്? റൊണാൾഡ് ഇന്ത്യനും അതേപോലെ തന്നെ എഡ്വാർഡ് സെഡുമാണ്. റൊണാൾഡ് ഇന്ത്യനും എഡ്വാർഡ് സെഡുമാണ് ഓറിയന്റലിസത്തെ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. മാത്രല്ല പിന്നെന്താ ഇവിടെ പറയുന്നത്? ജോൺസിന്റെ മറ്റ് ഇൻഡോളജിസ്റ്റുകളുടെയും പ്രവർത്തനങ്ങൾ ആരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ്? ജോൺസിന്റെയും മറ്റ് ഇൻഡോളജിസ്റ്റുകളുടെയും പ്രവർത്തനങ്ങൾ പ്രധാനമായും ഇന്ത്യൻ പ്രത്യയശാസ്ത്രപരമായ ആധിപത്യം സ്ഥാപിക്കുന്നതിനും കൊളോണിയൽ ഭരണത്തെ യുക്തിസഹമാക്കുന്നതിനുമാണെന്ന് ആരഭിപ്രായപ്പെട്ടു? ഹിമാനി ബാനർജിയെ പോലെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ജോൺസിന്റെയും മറ്റ് ഇൻഡോളജിസ്റ്റുകളുടെയും പ്രവർത്തനങ്ങൾ പ്രധാനമായും ഇന്ത്യയുടെ പ്രത്യയശാസ്ത്രപരമായ ആധിപത്യം സ്ഥാപിക്കുന്നതിനും കൊളോണിയൽ ഭരണത്തെ യുക്തിസഹമാക്കുന്നതിനുമാണെന്ന് ഏത് പണ്ഡിതൻ ചൂണ്ടിക്കാണിച്ചു? ഹിമാനി ബാനർജിയെ പോലെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടി. അപ്പോൾ എന്താണ് ക്രിറ്റിക് ഓഫ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്? ആദ്യം പറഞ്ഞു എഡ്വാർഡ് സെഡും റൊണാൾഡ് ഇന്ത്യനും എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ചരിത്രത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക ആധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമായോ അധികാര സമവാക്യങ്ങളാൽ അടയാളപ്പെടുത്തിയ ഒരു ഇടമായോ ആണ് ഏതിനെ കണക്കാക്കുന്നത്? ഓറിയന്റലിസത്തെ ആരൊക്കെ ചേർന്ന് കണക്കാക്കുന്നത്? എഡ്വാർഡ് സെഡും റൊണാൾഡ് ഇന്ത്യനും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓറിയന്റലിസം കൈകാര്യം ചെയ്യുന്ന രണ്ടാളുകളാണ്, എഡ്വാർഡ് സെഡും റൊണാൾഡ് ഇന്ത്യനും. അതേപോലെ ജോൺസിന്റെയും മറ്റ് ഇൻഡോളജിസ്റ്റുകളുടെയും പ്രധാനമായ പ്രവർത്തനങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായ ആധിപത്യം സ്ഥാപിക്കുന്നതിനും കൊളോണിയൽ ഭരണത്തെ യുക്തിസഹമാക്കുന്നതിനുമാണെന്നാണ് ആര് ചൂണ്ടിക്കാണിക്കുന്നത്? ഹിമാനി ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത്. ജോൺസും മറ്റ് ഇൻഡോളജിസ്റ്റുകളുടെയും പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണെന്നാണ് ഹിമാനി ബാനർജി പറയുന്നത്? ജോൺസിന്റെയും മറ്റ് ഇൻഡോളജിസ്റ്റുകളുടെയും പ്രവർത്തനങ്ങൾ പ്രധാനമായും പ്രത്യയശാസ്ത്രപരമായ ആധിപത്യം സ്ഥാപിക്കുന്നതിനും കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ യുക്തിസഹമാക്കുന്നതിനുമാണെന്ന് ഏത് പണ്ഡിതൻ ചൂണ്ടിക്കാണിച്ചു? ഹിമാനി ബാനർജിയെ പോലെയുള്ള പണ്ഡിതൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ പറഞ്ഞു തരാനുണ്ടായിരുന്നത്. ഏതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ എടുത്ത്? മീനിങ് ഓഫ് ഇൻഡോളജി എടുത്തു, ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എടുത്തു, അതേപോലെ തന്നെ സം ബേസിക് അസംഷൻ ഓഫ് ദ ഇൻഡോളജിസ്റ്റ് എടുത്തു, ഒരു ബോക്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഡെഫിനിഷൻ ഓഫ് ഹിന്ദുയിസം എന്താ പറഞ്ഞു തന്നു, ക്രിറ്റിക് ഓഫ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് ക്ലാസ് കേൾക്കുമ്പോൾ എഴുതിയെടുക്കുക. നന്നായിട്ട് ക്ലാസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീണ്ടും
വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ട് ക്ലാസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ.